ഈ കാണുന്നത് ഞങ്ങൾ ഈ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. പാലക്കാടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഈ ബിൽഡിങ് വളരെ സക്സസ്ഫുള്ളായി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ബിൽഡിങ്ങിലെ എല്ലാ നിലകളും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നല്ല റെൻ്റോടുകൂടി ഈവൻ ബിൽഡിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ സമീപിച്ചിരുന്നു ഇത് റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതോടുകൂടി തന്നെ എല്ലാ നിലകളും പ്രമുഖ ബ്രാൻഡുകൾ അതിനെ വാടകയ്ക്ക് അവരെടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ വഴി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളത് പാലക്കാട് മഞ്ഞക്കുളം പള്ളിയുടെ അടുത്തായിട്ടാണ്. രണ്ട് സൈഡിൽ റോഡ് പോകുന്ന സൈഡ് കോൺട്രാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ എന്തൊക്കെ തരം ബിൽഡിങ്സിനാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരം ബിസിനസ്സിനാണ് സ്കോപ്പ് ഉള്ളതെന്നുള്ളത് പഠിക്കുകയായിരുന്നു. എന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഗ്രൗണ്ടും ഫസ്റ്റും കംപ്ലീറ്റ്ലി എന്ത് തരം ബിസിനസ് ആണെങ്കിലും അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ റീറ്റെയിൽ സ്പേസസ്, ഹൈപ്പർ മാർക്കറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് തരം ബിസിനസ് ആണെങ്കിലും അത് ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് ഫ്ലോർ തേർഡ് ഒക്കെ തന്നെ നമ്മൾ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സോ അല്ലെങ്കിൽ ഹോട്ടലോ ആക്കിയിട്ട് മാറ്റാമെന്നൊക്കെ ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് തന്നെ ഏതെങ്കിലും നല്ലൊരു ബിസിനസ് ഗ്രൂപ്പ് എടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ട രീതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത്. അതായത് നമ്മളൊരു സ്റ്റെയർ കേസ് ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഫയർ സ്റ്റെയർ നമ്മൾ കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ ഫയർ സ്റ്റെയർ ഈ രീതിയിൽ കൊടുത്തു. ഈവൻ ഗ്രൗണ്ടും ഫസ്റ്റും സെപ്പറേറ്റ് ടീംസ് എടുക്കുകയാണെങ്കിൽ പോലും മുകളിലേക്ക് ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് എൻട്രി വരുന്ന രീതിയിൽ സ്റ്റെയർ കേസ് പ്ലേസ് ചെയ്തു. പിന്നെ പുറകുവശത്തായിട്ടാണ് നമ്മൾ ലിഫ്റ്റും മെയിൻ സ്റ്റെയർ കേസും നമ്മൾ കൊടുത്തത്. അതായത് അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹോട്ടൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള ആക്സസ് ലിഫ്റ്റും റിസപ്ഷൻ എൻട്രി ഒക്കെ കൊടുക്കാൻ പാകത്തിന് ആ ഭാഗം ഡിസൈൻ ചെയ്തു. ബിസിനസ്സുകാർക്ക് അവർക്ക് വേണ്ട രീതിയിൽ ആ സ്പേസിനെ ഏത് രീതിയിലും മാറ്റിയെടുക്കാൻ കൂടി വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വേറൊരു സ്ട്രാറ്റജി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിലുള്ള എൻ്റയർ കോളംസ് പില്ലേഴ്സിനെ ഒഴിവാക്കി കംപ്ലീറ്റ് ഫ്രീ ആക്കി വിട്ടു എന്നുള്ളതാണ്. നമ്മൾ പോസ്റ്റ് ടെൻഷൻഡ് ബീംസ് ആൻഡ് സ്ലാബ് കൊടുത്തുകൊണ്ട് എൻ്റയർ സ്പാനിനെ രണ്ട് സൈഡിലേക്ക് ഒതുക്കി കോളംസ് പെരിമീറ്ററിൽ മാത്രം കൊടുത്തുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ എൻ്റയർ ഉൾഭാഗം ഫ്രീ ആക്കി വിട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഏത് ഗ്രൂപ്പാണോ അവിടെ വന്ന് അവരെല്ലാം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതും ഒരു പോസിറ്റീവായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനിങ്ങിൽ. ഓരോ നിലകളും ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ നിലകൾക്കും വിസിബിലിറ്റി വന്നു, എല്ലാ നിലകളും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ നിങ്ങൾക്കും കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.